വമ്പൻ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയപ്പോഴും കുലുക്കം തട്ടാതെ നിന്ന ഇടത് കോട്ടകളെ പൊളിച്ചടുക്കിയായിരുന്നു ഇത്തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയ തേരോട്ടം. അതിൽ പല ഇടതുപക്ഷ സീനിയർ നേതാക്കൾക്കും അടിതെറ്റി. ഈ ഗ്രാൻഡ് ഓപ്പറേഷൻ പലയിടത്തും കോൺഗ്രസ് എക്സിക്യൂട്ട് ചെയ്തത് യുവാക്കളെ ഇറക്കിയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1 ഡസനിലധികം യുവ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് ഇടത് കോട്ടകളെ കടപുഴക്കിയത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. സന്ദീപ് വാര്യർ, KM അഭിജിത്ത്, VT സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ, VT ബൽറാം, OJ ജനീഷ്, മുഹമ്മദ് ഷിയാസ്, റോജി M ജോൺ, ചാണ്ടിയുമ്മൻ, F രാജ, AD തോമസ്, M ലിജു, CR മഹേഷ്, PC വിഷ്ണുനാഥ്, അബിൻ വർക്കി, രമ്യ ഹരിദാസ്, സുധീർ ഷാ പാലോട്. പട്ടികയിലെ പേരുകൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ 17 പേരിൽ 13 പേരും നിയമസഭയിലേക്ക് നടന്നു കയറുന്നത് LDFന്റെ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് എന്നതാണ് ശ്രദ്ധേയം. കരുനാഗപ്പള്ളിയിൽ CR മഹേഷും, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും, അങ്കമാലിയിൽ റോജി M ജോണും, കുണ്ടറയിൽ PC വിഷ്ണുനാഥും മാത്രമാണ് സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് അത് നിലനിർത്തിയത്. അതിൽ തന്നെ ചാണ്ടിയുമ്മന്റെ സവിശേഷത ആയിരക്കണക്കിന് പോസ്റ്ററുകളോ വിളംബര ഘോഷയാത്രകളോ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് എന്നതാണ്. എന്നിട്ടും ഏകദേശം 54,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. സന്ദീപ് വാര്യർ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിത എൻട്രിയായിരുന്നു സന്ദീപ് വാര്യരുടേത്. 1977 നിലവിൽ വന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 10 തെരഞ്ഞെടുപ്പുകളിലും LDF ജയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. നായനാർ മത്സരിച്ച മണ്ഡലം. അവിടെയാണ് സർപ്രൈസായി എത്തി സകലരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ വിജയം. മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു മെയ്യായി തുനിഞ്ഞിറങ്ങിയപ്പോൾ സന്ദീപ് വാര്യർ 4431 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുകോട്ടയിൽ വിജയക്കൊടി നാട്ടിയത്. KM അഭിജിത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ക്ലോസ് ഫൈറ്റുകളായിരുന്നു നടന്നതെങ്കിലും ചരിത്രപരമായി തന്നെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPIക്ക് കൃത്യമായ വോട്ട് ബാങ്കുള്ള മണ്ഡലമായിരുന്നു നാദാപുരം. വടക്കൻ കേരളത്തിലെ CPIയുടെ അസ്തിത്വത്തിന്റെ അടയാളം. പക്ഷേ അവിടെയും KM അഭിജിത്തും സംഘവും അത്ഭുതം കാട്ടി. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ പ്രാദേശിക വിഷയങ്ങളിൽ അടക്കമൂന്നിയായിരുന്നു അഭിജിത്തിന്റെ നീക്കങ്ങൾ. അച്ചടക്കത്തോടെയുള്ള കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നപ്പോൾ ആ ഇടതുമണ്ഡലവും അങ്ങനെ KM അഭിജിത്തിന്റെ കൈകളിൽ ഭദ്രമാവുകയായിരുന്നു. VT സൂരജ് 4.5 ദശാബ്ദമായി LDF സ്ഥാനാർത്ഥിയെ മാത്രം നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമായ ബാലുശ്ശേരിയാണ് സമരമുഖങ്ങളിലെ യുവരക്തമായ VT സൂരജ് നിഷ്പ്രയാസം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണ CPMന്റെ KM സച്ചിന്റെയും 20,372 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമായിരുന്നു ബാലുശ്ശേരി. പക്ഷേ ലാത്തിയടി കൊണ്ട് ചോര ചിന്തിയ, പോലീസിന്റെ ഭീഷണികൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സൂരജിനു മുന്നിൽ ആ ചുവന്ന കോട്ടയും വീണുടയുകയായിരുന്നു. വിദ്യാ ബാലകൃഷ്ണൻ CPMനെ ഞെട്ടിച്ച തോൽവിയായിരുന്നു എലത്തൂരിലേത്. CPMന്റെ ഉറച്ച കോട്ടയെന്നറിയപ്പെട്ട എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ എന്ന യുവ വനിതാ നേതാവ് തറപറ്റിച്ചത് AK ശശീന്ദ്രൻ എന്ന നിലവിലെ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു റൗണ്ടിൽ പോലും ശശീന്ദ്രന് ഭൂരിപക്ഷം നേടാനായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മണ്ഡലം രൂപീകരിച്ചതു മുതൽ CPMന്റെ കരുത്തിൽ AK ശശീന്ദ്രൻ ജയിച്ചു വന്നിരുന്ന മണ്ഡലത്തിലായിരുന്നു വിദ്യയുടെ തേരോട്ടം എന്നത് ഇടത് ക്യാമ്പുകൾക്ക് അക്ഷരാർത്ഥത്തിൽ തലക്കിട്ട് കിട്ടിയ അടി തന്നെയായിരുന്നു. VT ബൽറാം തീ പാറിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു തൃത്താല. മത്സര രംഗത്ത് നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷും എതിരിടാൻ കോൺഗ്രസിന്റെ VT ബൽറാമും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബൽറാമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തൃത്താലയിൽ പക്ഷേ ഇത്തവണ MP രാജേഷിന് കാലിടറുകയായിരുന്നു. 8,385 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബൽറാം മണ്ഡലം തിരികെ പിടിച്ചത്. OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ കന്നി അംഗത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന് നേരിടാനുണ്ടായിരുന്നത് ഹാട്രിക് വിജയം തേടിയിറങ്ങിയ സിറ്റിംഗ് MLA ആയ LDFന്റെ VR സുനിൽകുമാറിനെയായിരുന്നു. പക്ഷെ അതൊന്നും ജനീഷിന്റെ വിജയത്തിന് വിലങ്ങുതടിയായിരുന്നില്ല. നിഷ്പ്രയാസം ജനീഷ് ജയിച്ചു കയറി. 65,162 വോട്ടായിരുന്നു ജനീഷ് നേടിയത്. മുഹമ്മദ് ഷിയാസ് UDFലെ സ്ഥാനാർത്ഥി ചർച്ചകൾ കൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം നേടിയ മണ്ഡലമായിരുന്നു എറണാകുളം ജില്ലയിലെ കൊച്ചി. സിറ്റിംഗ് സീറ്റുകളിൽ LDFന്റെ KJ മാക്സി മത്സരിച്ചപ്പോൾ UDF ക്യാമ്പിൽ നിന്നെത്തിയത് മുഹമ്മദ് ഷിയാസ്. ആകെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രം അഭിമുഖീകരിച്ച കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം തേടിയായിരുന്നു KJ മാക്സി ഇത്തവണ ഇറങ്ങിയത്. പക്ഷേ കടുത്ത കോൺഗ്രസ് വേവിൽ കൊച്ചി ഷിയാസിനൊപ്പം നിന്നു. 8,188 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയായിരുന്നു ഷിയാസ് കൊച്ചിയുടെ ജനപ്രതിനിധിയായത്. F രാജ 2006 മുതൽ തുടർച്ചയായി CPM പ്രതിനിധീകരിക്കുന്ന ഇടതുകോട്ടയായ ദേവികുളമാണ് F രാജ എന്ന കോൺഗ്രസിലെ യുവരക്തം തച്ചുടച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെങ്കിലും ഒടുവിൽ ഫലം വന്നപ്പോൾ വിജയം കൈപ്പത്തി ചിഹ്നത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. AD തോമസ്
ആലപ്പുഴയിലെ വിജയം എ.ഡി. തോമസിന് വെറുമൊരു വിജയമായിരുന്നില്ല. അത് തോമസിന്റെ മധുര പ്രതികാരം കൂടിയായിരുന്നു. 2023 നവകേരള സദസ്സിനിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ ആക്രമണത്തിൽ തലപൊട്ടി മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞയാളാണ് ആലപ്പുഴ KSU ജില്ലാ പ്രസിഡന്റായ എ.ഡി. തോമസ്. ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ എന്ന സിറ്റിംഗ് MLA-ക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ എ.ഡി. തോമസ് 21,015 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയിച്ചത്. എം ലിജു കഴിഞ്ഞ 10 വർഷമായി LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമായ കായംകുളത്ത് ശക്തമായ പോരാട്ടമായിരുന്നു എം ലിജു കാഴ്ചവെച്ചത്. സിറ്റിംഗ് MLA ആയ CPM-ന്റെ യു പ്രതിഭയെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് കായംകുളത്ത് നിന്ന് ലിജു നിയമസഭയിലേക്ക് എത്തുന്നത്. അബിൻ വർക്കി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ പരാജയപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി ആറന്മുളയിൽ വിജയക്കുതിപ്പ് നടത്തിയത്. 17,000 വോട്ടിന്റേതായിരുന്നു ഭൂരിപക്ഷം. ശക്തമായ ത്രികോണ മത്സരവും ഫോട്ടോ ഫിനിഷുമെല്ലാം പ്രവചിക്കപ്പെട്ട മണ്ഡലത്തിൽ പക്ഷേ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും അബിനൊരു ഭീഷണിയാക്കാൻ വീണ ജോർജിനായില്ല എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. രമ്യ ഹരിദാസ് ഇടതാധിപത്യമുള്ള ചിറയൻ കീഴിന്റെയാണ് രമ്യ ഹരിദാസ് തന്റെ 3ാമത് തെരഞ്ഞെടുപ്പ് അംഗത്തിൽ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. ഇത്തവണ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. 1422 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് രമ്യ ഇവിടെ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി മനോജ് എടമനയായിരുന്നു രമ്യയുടെ എതിരാളി. സുധീർ ഷാ പാലോട് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമായ വാമനപുരത്ത് മിന്നും വിജയമായിരുന്നു സുധീർ ഷാ പാലോടിന്റേത്. 12,185 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ജയം. സിറ്റിംഗ് MLA DK മുരളിയാണ് സുധീർ ഷാ ഇവിടെ മലർത്തിയടിച്ചത്. ഇനി ഈ പട്ടികയിൽ ഒന്നും പറയാതിരുന്ന ഒരാൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്ട് പ്ലെയർ VP അബ്ദുൾ റഷീദ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ അധികായനെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ പോയി വിറപ്പിച്ച യുവ കോൺഗ്രസ് നേതാവ്. ധർമ്മടത്ത് 6 റൗണ്ടിലാണ് പിണറായിയെ പിന്നിലാക്കി റഷീദ് മുന്നേറിയത്. ചരിത്രത്തിൽ ആദ്യമായിരുന്നു ധർമ്മടത്ത് പിണറായിക്ക് ഇത്തരമൊരു വെല്ലുവിളി എന്നതാണ് റഷീദിന്റെ പോരാട്ടത്തെ സവിശേഷമാക്കുന്നത്. പരാജയപ്പെട്ടുവെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു അബ്ദുൾ റഷീദ്. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തെ വമ്പന്മാരെ തറപറ്റിക്കാൻ യൂത്തിനെ ഇറക്കി കോൺഗ്രസ് നടത്തിയ ഓപ്പറേഷൻ വലിയ ഫലം കാണുകയായിരുന്നു. ഇളകാത്ത കോട്ടകളെയും ഇളക്കാൻ യുവാക്കൾക്കായി എന്നത് കേരള രാഷ്ട്രീയത്തിന് ഒരു പാഠം കൂടിയാണ്.